ഹലോ, നിങ്ങൾ ഇപ്പോഴും കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചിരിക്കുകയാണോ ബെഡ് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വേദന താനേ കുറയുന്ന? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദന കുറയല്ല ചെയ്യുന്നത്, ആ പ്രശ്നം മോർ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അധികം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ വേദനയുള്ള ഭാഗം അനക്കാതെ വെക്കുന്ന സമയത്ത് വേദന പതിയെ പതിയെ ഇല്ലാതാകും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഔട്ടർ മസിൽസ് വീക്ക് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കുറയുകയും റിക്കവറി സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ബെഡ് റെസ്റ്റിന് പകരം ചെയ്യേണ്ടത് എന്താണ്? ഒരു വിദഗ്ധ അഭിപ്രായത്തോട് കൂടിയിട്ട് നമ്മുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ചെയ്തിട്ട് ജെന്റിൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രെച്ചിങ് എക്സസൈസ്, ഒരു വിദഗ്ധ അഭിപ്രായത്തോട് കൂടിയിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആയുർവേദത്തിലുള്ള കിഴികൾ, ഇലക്കിഴി, പൊടിക്കിഴി, അഭ്യംഗം തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് ആ വേദന ഇല്ലാതാക്കിയാണ് ചെയ്യേണ്ടത്. ഈ ഇലക്കിഴി, പൊടിക്കിഴി, അഭ്യംഗം തുടങ്ങിയ ട്രീറ്റ്മെന്റ്സുകൾ നമ്മളുടെ ആ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുകയും അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയും അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻസ് മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്യും. അതുവഴി ഈ ഒരു വേദന ഉണ്ടാക്കുന്ന മൂല കാരണം അത് ഇല്ലാതാവുകയും ചെയ്യും. സോ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഒഴിവാക്കിയിട്ട് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ്സ് എടുക്കുകയാണ് വേണ്ടത്. ബെഡ് റെസ്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. പകരം ആക്ഷൻ എടുക്കുക, ജെന്റിലായിട്ടുള്ള മൂവ്മെന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ്സ് എടുക്കുക. അത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് എന്താണോ വേദനയ്ക്ക് കാരണം ആ കാരണത്തെ ഇല്ലാതാക്കുക, പറക്കുക. ഓക്കെ, താങ്ക് യു.